നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 766 766. ഓം നമോ ഭഗവതേ വാസുദേവായാം. അങ്ങനെയാണ് ഉണ്ടായത്. ധ്യാനയോഗം എന്നുള്ള ഭാഗമാണ് പറയേണ്ടത്. ധ്യാനയോഗം 35-ാം സർഗം. അപ്പോൾ ആസ് യൂഷ്വൽ കഴിഞ്ഞ എപ്പിസോഡ് എവിടെ നിർത്തിയതെന്ന് പറയണ്ടേ. അത് ഭക്തി മഹത്വം എന്ന 34-ാം സർഗത്തിലെ 68-ാമത്തെ ശ്ലോകമാണ് പറഞ്ഞു നിർത്തിയത്. തേനഞ്ചും മൊഴിയിൽ അത് അലിഞ്ഞ് രണ്ടു കാതാൽ പാനം ചെയ്തളവ് അതിൽ ഉദ്ധവൻ വിനീതൻ ധ്യാനത്തിൻ വഴി അറിവാൻ അപേക്ഷ ചെയ്കെ സാനന്ദം സരസിജലോചനൻ തുടർന്നാൻ. ഉദ്ധവരുടെ ചോദ്യത്തിന് സാക്ഷാൽ ശ്രീകൃഷ്ണ ഭഗവാൻ ഉത്തരം പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണല്ലോ നിർത്തിയത്. അതാണ് ഇനി 35-ാമത്തെ സർഗം, ധ്യാനയോഗം. 1-ാമത്തെ ശ്ലോകം. സുഖാസനത്തിങ്കൽ നിവർന്നിരുന്ന് കൈരണ്ടും ഉത്സംഗതലത്തിൽ വെച്ച് നേത്രങ്ങൾ നാസാഗ്രപുടത്തിൽ നിർത്തി ധ്യാനിച്ചിടേണം സുചരിത്രനായോൻ. ധ്യാനിക്കുക എന്നല്ലാണ്ട് വേറെ വഴിയില്ല. പൂജ ചെയ്യാനും അഭിഷേകം ചെയ്യാനൊന്നും പറഞ്ഞിട്ടില്ല, ധ്യാനിക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. അതിപ്പോൾ എത്ര ആൾ മനസ്സിലാക്കുന്നുണ്ട്? സുചരിത്രനായോൻ പ്രാണന്റെ സഞ്ചാര വഴിക്കു ശുദ്ധി വരുത്തുവാൻ പൂരകകുംഭകങ്ങൾ ഏത്? പ്രാണായാമം. പൂരകം ഇൻഹെയിൽ ചെയ്യുക, കുംഭകം അതിൽ നിർത്തുക. അത് കഴിഞ്ഞിട്ടോ എക്സൈൽ ചെയ്യണം, പുറത്തേക്ക് വിടണം. അപ്പോൾ എന്തൊക്കെയായി? പൂരക കുംഭകങ്ങൾ. അതേവിധം രേചകവും ശരിക്കു ശീലിച്ചിടേണം. പൂരകം, കുംഭങ്ങൾ, രേചകം. അതേവിധം രേചകവും ശരിക്കു ശീലിച്ചിടണം വിപരീതമായും. നോക്കൂ, ഇതാണ് പറഞ്ഞത്. ഭാഗവതം ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണ്, വെറും ഭക്തി ഗ്രന്ഥമല്ല. വെറും എന്ന വാക്ക് ശ്രദ്ധിക്കണം. അപ്പോൾ അനുകരണ ഭക്തിയൊന്നും അല്ലാതെ ഇത് ഒരു തറോ പ്യൂർ സയൻസാണ്, മാത്തമാറ്റിക്സ് ആണ്, സോഷ്യൽ സ്റ്റഡീസാണ്, വാട്ട് നോട്ട്, എന്തല്ല, എല്ലാം സർവത്ര നിറഞ്ഞു നിൽക്കുന്ന ഒരു ശാസ്ത്രീയ ഗ്രന്ഥമാണ്. അപ്പോൾ പ്രാണന്റെ സഞ്ചാര വഴിക്കു ശുദ്ധി വരുത്തുവാൻ പൂരക കുംഭകങ്ങൾ അതേവിധം രേചകവും ശരിക്ക് ശീലിച്ചിടേണം വിപരീതമായും. അതായത് ആദ്യം പൂരകം, പിന്നെ കുംഭകം, പിന്നെ രേചകം. പിന്നെ രേചകത്തിൽ നിന്ന് തുടങ്ങി കുംഭകം, പിന്നെ അതായത് അപ്പ് ആൻഡ് ഡൗൺ, കേശാദിപാദം പാദാദികേശം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ ഓങ്കാരമുൾത്താർ വരെ നിൽപ്പു കണ്ഠാന ദോഹപമം താമരനൂല് പോലെ. ഈ സുഷുമ്ന നാടി കൂടെ താമര നൂല് പോലെ. ഇപ്പോഴത്തെ ഈ നാനോ ടെക്നോളജി എന്നൊക്കെ പറയും. ഈ നാനോ ടെക്നോളജിയിൽ എന്താ പ്രശ്നം? വയറൊന്ന് ട്വിസ്റ്റായാൽ ലൈൻ കട്ടായി. ആ റൗണ്ടാക്കാം, കട്ടാവാൻ പാടില്ല, മടക്കരുത്, ഫോൾഡ് ചെയ്യാൻ പാടില്ല. അപ്പോൾ ഉൾത്താർ വരെ നിൽപ്പൂ, ഉൾത്താർ മനസ്സ് വരെ. ഘണ്ഠാനാദോപമം, മണിയടിക്കുന്ന ശബ്ദം പോലെയാണ് ഓങ്കാരം. ഒന്നുമില്ലായിൽ നിന്ന് തുടങ്ങി ആരോഹണം, മേപ്പോട്ട് കയറ്റി അതേപോലെ താഴ്ത്ത് കൊണ്ടുവന്ന് നിർത്തണം. അതാണ് ഓങ്കാരം. ഒന്നുമില്ലായിൽ നിന്ന് മെല്ലെ തുടങ്ങണം. ശംഖുവിളി അങ്ങനെയാണെന്ന് പറയാം. അത് പ്രാക്ടീസ് ചെയ്യണം, വെറുതെ അങ്ങോട്ട് പറഞ്ഞാൽ പറ്റില്ല. പ്രാക്ടീസ് ചെയ്യുമ്പോഴാണ് ഏകാഗ്രത വരിക. മനസ്സിലായില്ലേ? അപ്പോൾ ഓങ്കാരം ഉൾത്താർ വരെ നിൽപ്പു കണ്ഠാനാദോപമം താമര നൂല് പോലെ പ്രാണൻ വഴിക്കായതിണക്കി മേൽപോട്ടുയർത്തി വീണ്ടും
ഹൃദയമാകുന്ന താമര എന്നാ, അല്ലാണ്ട് താമര ഇല്ല അവിടെ, പക്ഷെ ഹൃദയമാകുന്ന താമര. ഭാരതമാകുന്ന താമര അങ്ങനെയുണ്ട്. ഇനി വേറൊരു താമരയുണ്ട്. ബ്രഹ്മാവിരിക്കുന്നത് ഭാരതമാകുന്ന താമരയില, അല്ലാണ്ട് വെറൊരു താമരയിലല്ല. അതാണ് ഈ വാക്കിൻ്റെ അർത്ഥം തെറ്റിപ്പോവും. ഇന്ത്യയുടെ മാപ്പ് ശ്രദ്ധിച്ചാൽ ഇങ്ങനെയാണ് പ്രശ്നമായ ആ കഥകളിലൊക്കെ ഇങ്ങനെ താമര വിടർന്ന കൂടുതൽ കാണിക്കും. അപ്പം ഇതൊക്കെ മനസ്സിലാക്കുമ്പോൾ 7 വൻകരകളിലും ഏകഛത്രാധിപതികളാണെങ്കിലും വ്യത്യസ്ത മേഖലകളിലുള്ളവരെയാണ് ഭരിക്കാൻ ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നൊക്കെ പറഞ്ഞാൽ അതിൻ്റെ വൈദഗ്ധ്യം നമ്മൾ മനസ്സിലാക്കണം. സുവ്യക്തവും ബിന്ദുശിരസ്കമായും, സുവ്യക്തവും വ്യക്തമായിട്ട്, പിന്നെയോ ബിന്ദുശിരസ്കമായും ചേർക്കുന്നതായോർക്കുക ഭക്തിപൂർവം. ഭക്തിപൂർവം അരൂപനായിരിക്കുന്ന ഭഗവാനെ രൂപം കൊടുത്ത് മനസ്സിൽ ധ്യാനിക്കാൻ മാത്രം രൂപം. എന്നിട്ടോ പിന്നെ സുവ്യക്തവും ബിന്ദു ശിരസ്കമായും ചേർക്കുന്നതായോർക്കുക ഭക്തിപൂർവം. മുടങ്ങിടാതിങ്ങനെ 3 നേരം സമഭ്യസിച്ചിടുക 10 വട്ടം. കാലത്ത്, ഉച്ചയ്ക്ക്, വൈകുന്നേരം, സന്ധ്യകളിൽ ഓങ്കാരം വളരെ സിസ്റ്റമാറ്റിക്കായിട്ട് പ്രാക്ടീസ് ചെയ്യാനാണ് പറഞ്ഞത്. 3 നേരം. ഒരൊറ്റ മാസത്തിനകം ശരിക്കു ശീലിക്കുകിൽ പ്രാണജയം വരുത്താം. 30 ദിവസം അറിവോ നല്ല ഈശ്വരഭക്തിയോടുകൂടി ആയാൽ എന്തുണ്ടാവുമെന്നാണ് പറഞ്ഞത്? പ്രാണജയം, പ്രാണനെ ജയിക്കാം. സമാധിയിലേക്ക് പോകാമെന്നാണ് പറഞ്ഞത്. സമാധിയിൽ ശ്വാസം അങ്ങനെ ഇല്ല, ശ്വാസം എടുക്കില്ല, അറിയില്ല. സമാധി. ഒരൊറ്റ മാസത്തിനകം ശരിക്കു ശീലിക്കുകിൽ പ്രാണജയം വരുത്താം. പ്രിയന്നിരിക്കേണ്ടുമിടം മനോജ്ഞം. പ്രിയൻ, നമുക്ക് പ്രിയനായിട്ടുള്ളത് ആരാ? ഭാര്യയ്ക്ക് ഭർത്താവോ ഭർത്താവിന് ഭാര്യയോ അല്ല പ്രിയൻ. അവരവരുടെ ആത്മാവാണ് അവരവർക്ക് പ്രിയമായിട്ടുള്ളത്. ആ പ്രിയനായിരിക്കുന്ന ആത്മാവിന് പരമാത്മ ചൈതന്യത്തിനിരിക്കാൻ വളരെ സംശുദ്ധമായ കറകളഞ്ഞ മനസ്സ് വേണം. മനസ്സിൽ വെയിറ്റ് വരാൻ പാടില്ല. അപ്പോൾ പ്രിയന്നിരിക്കേണ്ടും ഇടം മനോജ്ഞം ധ്യാനിക്കണം സാധകൻ ഇപ്രകാരം. എങ്ങനെ? ഉൾത്താമരപ്പൂമുകുളം. ഉള്ളിലെ ഒരു താമര മുകുളം, വിരിയാൻ സന്നദ്ധനായിട്ട് നിൽക്കുന്ന ഒരു താമര മുകുളുണ്ട്. കമിഴ്ന്നു കൂമ്പിക്കിടന്നിടുകയാണതിപ്പോൾ. കമിഴ്ന്ന് കൂമ്പി അതിനെ വിടർത്തിയെടുക്കണം നമുക്ക്. ഉൾത്താമരപ്പൂമുകുളം കമിഴ്ന്നു കൂമ്പിക്കിടന്നിടുകയാണിതിപ്പോൾ. ഞാൻ ബെറ്റ് വയ്ക്കാം, സാധാരണക്കാരനിത് ദഹിക്കില്ല. നമ്മൾ പട്ടാഭിക്ക് തലയ്ക്ക് സുഖമില്ല അത് പറയും. എനിക്ക് പ്രശ്നമില്ല, പ്രശ്നമില്ലേ? ധ്യാനിച്ചു കൊള്ളേണം അത് ഊർധവക്ത്രം വിരിഞ്ഞു 7 കാൺമതായും. വിരിഞ്ഞിട്ടൊരു 7 ഇതളായിട്ട് ഇങ്ങനെ നിൽക്കണം. ധ്യാനിച്ചു കൊള്ളേണം അത് ഊർധവക്ത്രം വിരിഞ്ഞു 7 കാൺമതായും. നടുക്കെഴും കർണികയിങ്കൽ മിന്നും. ആ താമരയുടെ നടുവിൽ അതിനെ കേസരം എന്ന് പറയും. നടുക്കെഴും കർണികയിങ്കൽ മിന്നും രവീന്ദു വൈശ്വാനരമണ്ഡലങ്ങൾ. രവി, സൂര്യൻ്റെയും ചന്ദ്രൻ്റെയും വൈശ്വാനരൻ്റെയും മണ്ഡലമാണത്, ഇരിപ്പുള്ള സ്ഥലമാണ്. അതേ തിളങ്ങും ദഹനങ്കലും കൺകുളിർപ്പതാമെൻ കമനീയ രൂപം. ഭഗവാൻ പറയാ ഉദ്ധവരോട്, കൺകുളിർപ്പതാം, കണ്ണിന് കുളിർമ ഉണ്ടാക്കുന്നതാണ് എൻ്റെ രൂപം. അതിനെ എത്തി വലിച്ചിട്ട് ശ്രീലകത്തേക്ക് നോക്കിയിട്ട് യാതൊരു കാര്യമില്ല. ഇത് അവരവരുടെ മനസ്സിൽ നടക്കേണ്ട പ്രക്രിയയാണ്. മനസ്സിൽ മാലിന്യമകറ്റിടുന്ന മണിക്കിരീടം കുനുകുന്തൽ ഭാരം. മനസ്സിൽ മാലിന്യമകറ്റിടുന്ന മണിക്കിരീടം കുനുകുന്തൽ ഭാരം. തിങ്കൾ കിടാവൊത്ത മിനുത്ത നെറ്റി തടത്തിൽ മാൻ പേരിടും മൂർധപുണ്ട്രം.
തിങ്കൾ കിടാവൊത്ത മിനുത്ത നെറ്റി, തടത്തിൽ മാൻ പേരിടും മൂർധപുണ്ട്രം, മായാപ്രഭാവങ്ങളെ ആകമാനം അകറ്റും ആ മട്ട് അഴകാർന്ന ചില്ലി. ഭഗവാന്റെ പുരുകക്കൊടിയെ പറ്റിയിട്ടാണ് വർണ്ണിക്കണതേ. മായാപ്രഭാവങ്ങളെ ആകമാനം അകറ്റും ആ മട്ട് അഴകാർന്ന ചില്ലി. നീലോൽപ്പലത്തിനിതൾ പോലെ നീണ്ട നേത്രദ്വയം, രണ്ട് കണ്ണുകൾ. നീലോൽപ്പലം നീലത്താമര, നീലോൽപ്പലത്തിനിതൾ പോലെ നീണ്ട നേത്രദ്വയം, ചാരുകൃപാ കടാക്ഷം. ഭഗവാന്റെ ചാരുകൃപാകടാക്ഷം വർണ്ണിക്കവയ്യാത്ത വിധം വിളങ്ങും, വർണ്ണിക്കവയ്യാത്ത വിധം വിളങ്ങും നാസാപുടം വിശ്വമനോഭിരാമം. വർണ്ണിക്കാൻ പറ്റില്ല അതിനെ ചുരുക്കത്തിൽ. നാസാപുടം വിശ്വമനോഭിരാമം, തൊണ്ടിപ്പഴം പോലെ ചുവന്ന ചുണ്ടിൽ വിരിഞ്ഞിടും വാരൊളി മന്ദഹാസം. ഭഗവാന്റെ തുടുതുടുത്ത ചുണ്ടിൽ വിരിഞ്ഞിടും വാരൊളി മന്ദഹാസം. കവിൾത്തടത്തിങ്കൽ അലക്കുചാർത്തി മിന്നിക്കളിക്കും മണികുണ്ടലങ്ങൾ, മകരകുണ്ടലങ്ങൾ. മിന്നിക്കളിക്കും മണികുണ്ടലങ്ങൾ ഏവർക്കും എന്നേക്കും അകം കുളിർപ്പിച്ചിടേണ്ടതാം ശ്രീമുഖചന്ദ്രബിംബം. ഓരോരുത്തരും ഭഗവാനെ നോക്കുമ്പോൾ പൂർണ്ണചന്ദ്രൻ ഉദിച്ച പോലെ പളപളാന്ന് കുളിർമ തരുന്നതാണ്. ഭഗവാനെ ധ്യാനിക്കുന്നവരുടെ മനസ്സ് ചൂടാവില്ല, വാക്കും ചൂടാവില്ല. എന്താ കാരണം? ഇതന്നെ. ഭഗവാന്റെ മുഖം എന്താണെന്നാണ് പറഞ്ഞത്? വിരിഞ്ഞു നിൽക്കുന്ന, അതായത് വെളുത്ത ചന്ദ്രൻ, വെളുത്ത വാവൻ ദിവസത്തിൽ ചന്ദ്രൻ്റെ ശോഭ എന്താ? അതേമാതിരി ഏവർക്കും എന്നേക്കും അകം കുളിർപ്പിച്ചിടേണ്ടതാണ്. ബ്രാഹ്മണ, ക്ഷത്ര, വൈശ്യ, ശൂദ്ര, ദേവ, ദാനവ, മനുഷ്യ എല്ലാവർക്കും ഒരേപോലെ കണ്ട് രസിക്കാവുന്നതാണെന്നാണ് പറഞ്ഞത്. കവിൾ തടത്തിങ്കൽ അലുക്കുചാർത്തി മിന്നിക്കളിക്കും മണികുണ്ടലങ്ങൾ ഏവർക്കും എന്നേക്കും അകം കുളിർപ്പിച്ചിടേണ്ടതാം ശ്രീമുഖചന്ദ്രബിംബം. സൗന്ദര്യവാപിൻ വിളഭൂമി, എൻ്റെ മുഖം ഭഗവാൻ പറയാ ഉള്ളവരുടെ അടുത്ത്. സൗന്ദര്യവാപിൻ വിളഭൂമി, നല്ലോർക്കെഴും മനോലോചനപാനപാത്രം. നല്ലോർക്ക്, സാത്വിക ഗുണനിധികൾക്ക്, നല്ലോർക്കെഴും മനോലോചനം, മനസ്സാകുന്ന കണ്ണ്, പാനപാത്രം, എത്ര കുടിച്ചാലും മതിയാവില്ല. മനസ്സാകുന്ന കണ്ണുകൊണ്ട് ധ്യാനിച്ചാൽ മതി വരില്ല. അതന്നെ, അല്ലാണ്ടൊന്നുമില്ല. കഴുത്തിൽ മിന്നും കമനീയ കസ്തുഭാഖ്യം, കസ്തുഭം എന്ന് പറഞ്ഞിട്ടുള്ള രത്നം, മഹാരത്നം, മഹാരത്നം, അനന്തമൂല്യം. എത്രയാണ് വില എന്ന് പറയാൻ പറ്റില്ല. ക്ഷമാബലം പോലെ മുനീന്ദ്രപദം. എന്താ ഓരോ വാക്കുകൾ! ക്ഷമാബലം പോലെ, ക്ഷമിക്കാനുള്ള ബലം മുനികളെ പോലെയുള്ളവർക്ക്, ബ്രാഹ്മണർക്ക് എന്ന് മൊത്തത്തിൽ പറയാം. ക്ഷമാബലം പോലെ മുനീന്ദ്രപാദം, മായാത്ത മാർത്തട്ടിൽ മനോജ്ഞഹാരം. ഭഗവാന്റെ ആ വിരിഞ്ഞ മാറിൽ മനോജ്ഞഹാരം, വളരെ മനസ്സിന് ഹരം തരുന്ന, അല്ലെങ്കിൽ മനസ്സിന് അറിവ് തരുന്ന എന്നാണ് അർത്ഥം പറയണം. മായാത്ത മാർത്തട്ടിൽ മനോജ്ഞഹാരം, സൗരഭ്യമേറും വനമാലയാകെ, സൗരഭ്യമേറും വനമാലയാകെ മിന്നിച്ചിടും വൈരമണി പതക്കം. മിന്നിച്ചിടും ഭഗവാന്റെ മുഖത്തിൽ നിന്ന് കിട്ടുന്ന കാന്തി, അത്ര തന്നെ പറയണം. വൈരമണി പതക്കം വിശ്വം പുലർത്തും വരശങ്കചക്രഗദാംബുജം പൂണ്ട. വിശ്വം പുലർത്തും, ഈ ഭൂമിയെ സംരക്ഷിക്കുന്ന, വിശ്വം പുലർത്തും വര ശംഖചക്രഗദാഭുജം പൂണ്ട ചതുർഭുജങ്ങൾ, 4 തൃക്കൈകൾ അല്ലേ? തൃക്കൈയിൽ
അതായത് 4 കൈയുണ്ട്, 3 കൈയൊന്നും കേട്ടോ തൃക്കൈ എന്ന് പറഞ്ഞാൽ. അത് അങ്ങനെ ഒരു യൂസാണ്. തിരുമേനി എന്ന് പറഞ്ഞ കൂട്ടത്തിലുള്ളൂ. ചതുർഭുജങ്ങൾ പീതാംബരപ്പട്ടുനു മീതമിന്നി തിളങ്ങിടും ചാരു സുവർണ കാഞ്ചി. പീതാംബരപ്പട്ടുനു മീതമിന്നി തിളങ്ങിടും ചാരു സുവർണ കാഞ്ചി. ഞാനവിടെ നിർത്തുക, കാരണം സമയക്കുറവുണ്ട് കേട്ടോ, അല്ലാണ്ടൊന്നുമല്ലേ. അടുത്തത് 15-ാമത്തെ ശ്ലോകം നാളെ പറയാം. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശിസുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ലോകാസമസ്ത സുഖിനോ ഭവന്തു ആയിരിക്കട്ടെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രാർത്ഥന എന്ന് സ്മരിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു. നമസ്കാരം, നാളെ കാണാം.